ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാം, PSC നടത്തുന്ന പരീക്ഷകൾ തുടങ്ങി എല്ലാ പരീക്ഷകൾക്കും നിർബന്ധമായും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട പേപ്പറിലെ മൊത്തം ടോപ്പിക്കുകളും പല പല മൊഡ്യൂളുകളായി ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരു 5 വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ, 1921 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബാങ്ക് ഇവിടെ നിലവിൽ വന്നു. ഈ ബാങ്ക് നിലവിൽ വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ കൂടി ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇംപീരിയൽ ബാങ്ക് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പക്ഷേ ആ ബാങ്കിന് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. രാജ്യത്തിന് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സെൻട്രൽ ബാങ്ക് വേണമെന്നുള്ളതിന്റെ ആവശ്യകത ഉയർന്നതിന്റെ അടിസ്ഥാനത്തില് 1925 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മീഷന് നിയമിച്ചു. ആ കമ്മീഷന്റെ പേരാണ് റോയൽ കമ്മീഷൻ ഓൺ കറൻസി ആൻഡ് ഫൈനാൻസ്, പോപ്പുലർലി നോൺ ആസ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. അപ്പൊ ഹിൽട്ടൺ യങ് കമ്മീഷൻ അഥവാ റോയൽ കമ്മീഷൻ ഓൺ കറൻസി ആൻഡ് ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു കമ്മീഷനെ നിയമിക്കുകയും രാജ്യത്തിന് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സെൻട്രൽ ബാങ്കിന്റെ ആവശ്യകത എന്താണെന്ന് പഠിക്കാനും വേണ്ടിയിട്ടാണ് ആ കമ്മീഷനെ നിയമിച്ചത്. The commission in its report submitted in 1926, 1926 കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. So the commission strongly recommended the establishment of new central bank for the country. രാജ്യത്തിലെ ഒരു പുതിയ സെൻട്രൽ ബാങ്ക്, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സെൻട്രൽ ബാങ്ക് വേണമെന്നുള്ള സ്ട്രോങ് നിർദ്ദേശത്തോടു കൂടിയാണ് കമ്മീഷൻ 1926 അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. മാത്രമല്ല, the commission also recommended that the new central bank should be named as the Reserve Bank of India. കമ്മീഷൻ വ്യക്തമായി റെക്കമെൻഡ് ചെയ്തിരുന്നു അങ്ങനെ തുടങ്ങുന്ന ന്യൂ സെൻട്രൽ ബാങ്കിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് നാമകരണം ചെയ്യണമെന്ന് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അക്സെപ്റ്റഡ് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കമ്മീഷൻ. കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അംഗീകരിക്കുകയും 1934 മാർച്ച് മാസം 6-ാം തീയതി ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുകയും ചെയ്തു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മീഷന്റെ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ 6 മാർച്ച് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നു. ഈ ആക്ട് പ്രകാരം 1/4/1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ RBI ആക്ട് എന്ന് പറയുന്നത് 6/3/1934 അതിന്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 1/4/1935 അതിനുശേഷം 1949 ജനുവരി മാസം 1-ാം തീയതി റിസർവ് ബാങ്കിനെ നാഷണലൈസ് ചെയ്തു. ആ ബാങ്കിന് അന്ന് അറിയപ്പെട്ടിരുന്നത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നാണ്. അതിന്റെ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 കോടി രൂപയാണ്. 5 crores ആണ്. ഡിവൈഡ് ഇൻടു 5 lakhs ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ₹100 each. 100 രൂപ വിലയുള്ള 5 ലക്ഷം ഷെയർസുമായിട്ട് 5 കോടി രൂപയാണ് അതിന്റെ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റലായിട്ട് വന്നത്. അത് ഇത് ഫോം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിലായിരുന്നു. 1937 കൊൽക്കത്തയിൽ നിന്ന് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലേക്ക് മാറ്റിയത്. നൌ ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് മുംബൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. So the management of Reserve Bank of India is vested in the hands of the board of directors comprising of 20 members. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതിനകത്ത് 20 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്? 1 governor and 4 deputy governors appointed by the central government. ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണറും ഉണ്ട്. അവർ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. 4 directors nominated by the central government, 1 from each of the local board. ഓരോ ലോക്കൽ ബോർഡിൽ നിന്നും ഓരോ ഡയറക്ടറെ വെച്ച് 4 ലോക്കൽ ബോർഡിൽ നിന്ന് 4 ഡയറക്ടേഴ്സ്. 10 directors nominated by the central government. സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന 10 ഡയറക്ടേഴ്സ്. 1 government official nominated by the central government. ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്ന് ഗവൺമെന്റ് ഒഫീഷ്യൽസിന് ഒരാളെ സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തു. അങ്ങനെ മൊത്തം 20 പേരടങ്ങുന്ന ഒരു മാനേജിംഗ് കമ്മിറ്റിയാണ്, ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇതിനെ മാനേജ് ചെയ്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. The governor and the deputy governors hold office for 5 years and are eligible for reappointment.
ഗവർണർക്കും ഡെപ്യൂട്ടി ഗവർണർക്കും 5 വർഷത്തെ ഡ്യൂറേഷൻ, 5 വർഷത്തെ കാലാവധിയാണ്. അവർക്ക് വേണമെങ്കിൽ റീ അപ്പോയിന്റ്മെന്റിന് വേണ്ടി എലിജിബിളുമാണ്. അവര് ഫുൾ ടൈം ഓഫീസേഴ്സാണ്. ദേ ആർ ദ ഫുൾ ടൈം ഓഫീസേഴ്സ് ഓഫ് ദ ബാങ്ക്. So the 10 directors nominated by the central government hold office for 4 years. സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന 10 മെമ്പേഴ്സ് അവരുടെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷമാണ്. So the term of 4 directors appointed from local boards is related to their membership in the local board. ലോക്കൽ ബോർഡിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യുന്ന 4 ഡയറക്ടേഴ്സ് അവരുടെ ഡ്യൂറേഷൻ ആ ലോക്കൽ ബോർഡിലുള്ള മെമ്പർഷിപ്പിന്റെ കാലാവധി അനുസരിച്ചിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദ മാനേജ്മെന്റ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് വെസ്റ്റഡ് വിത്ത് ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കംപ്രൈസിംഗ് ഓഫ് 20 മെമ്പേഴ്സ്. So the board consists the 1 governor and 4 deputy governor appointed by the central government, 4 directors nominated by the central government, 1 from each of the local board, 10 directors nominated by the central government, 1 government official nominated by the central government. The governor and deputy governors hold office for 5 years and are eligible for reappointment. ഇവര് പീരീഡ് 5 വർഷമാണ്. അവർക്ക് റീഅപ്പോയിന്റ്മെന്റ് എലിജിബിലിറ്റി ഉണ്ട്. They are full-time officers of the bank. അവർ full-time officers ആണ്. The 10 directors nominated by the central government hold office for 4 years. 10 directors നോമിനേറ്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നവർ 4 വർഷത്തെ കാലാവധിയാണ്. The term of 4 directors appointed from local board is related to their membership in the local board. ലോക്കൽ ബോർഡിന്റെ മെമ്പർഷിപ്പിന്റെ കാലാവധി അനുസരിച്ച് 4 ഡയറക്ടേഴ്സിന് കാലാവധി നിശ്ചയിച്ചിരിക്കുകയാണ്. So the governor is the chief executive of the bank and the chairman of the board of directors. ഗവർണറാണ് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ്. അതോട് ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഗവർണറാണ്. In the absence of the governor, the deputy governor nominated by him would exercise his powers. ഏത് സാഹചര്യത്തിലാണ് ഗവർണറിന്റെ ആബ്സെൻസ് വരുന്നത്? ആ സമയത്ത് ഗവർണർ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഡെപ്യൂട്ടി ഗവർണർ ആയിരിക്കും അദ്ദേഹത്തിന്റെ പവേഴ്സ് എക്സസൈസ് ചെയ്യുന്നത്. മറന്നു പോകരുത്. So the central board must meet at least 6 times in a year. ഒരു വർഷത്തിൽ നിർബന്ധമായും 6 പ്രാവശ്യം സെൻട്രൽ ബോർഡ് കൂടിയിരിക്കണം. ഇൻ എ ഇയർ, നോട്ട് ലെസ് ദാൻ വൺസ് ഇൻ എ ക്വാർട്ടർ. പക്ഷേ ഒരു ക്വാർട്ടറിൽ ഒന്നിൽ കുറയാൻ പാടില്ല. തീർച്ചയായും ഒരു വർഷം 6 പ്രാവശ്യമെങ്കിലും ബോർഡ് അതിന്റെ മീറ്റിംഗ് കൂടിയിരിക്കണം. പക്ഷെ ഒരു ക്വാർട്ടറിൽ ഒരെണ്ണമെങ്കിലും കൂടിയിരിക്കണം, ഒന്നിൽ കുറയാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിന്റെ സോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് നോട്ട് ഇഷ്യൂ എന്ന് പറയുന്നത്. റിസർവ് ബാങ്കിന് മാത്രം അധികാരമുള്ള ഒരു സംഭവമാണ് നോട്ട് ഇഷ്യൂ എന്ന് പറയുന്നത്. നോട്ട് ഇഷ്യൂ എന്ന് പറയുന്നതിന് ഒരുപാട് സിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും RBI ഫോളോ ചെയ്യുന്ന മിനിമം റിസർവ് സിസ്റ്റമാണ് നോട്ട് ഇഷ്യൂന്. മിനിമം റിസർവ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂസ് ഫോളോഡ് ബൈ RBI നൗ. ഇപ്പോൾ അതാണ് ഫോളോ ചെയ്യുന്നത്. അതിനു മുമ്പ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേറ്റീവ് സിസ്റ്റമാണ്, പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റമായിരുന്നു അന്നത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഉപയോഗിക്കുന്നത് മിനിമം റിസർവ് സിസ്റ്റമാണ്. അപ്പൊ നോട്ട് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. അവിടെ ഞാനത് വളരെ വ്യക്തമായിട്ട് പറയാം. So the differential interest rate was introduced by RBI in the year 1972. ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI 1972 ലീഡ് ബാങ്ക് സ്കീം ഡെവലപ്പ് ചെയ്തത് 1969. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഡേറ്റുകളാണ്. ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI in 1972 ആൻഡ് RBI സ്റ്റാർട്ടഡ് ലീഡ് ബാങ്ക് സ്കീം ഇൻ 1969. RBI പബ്ലിക്കുമായിട്ട് യാതൊരു കോണ്ടാക്ട്സും ഇല്ല. RBI ഡസ് നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്. ഒരു കാരണവശാലും RBI പബ്ലിക്കുമായി മിങ്കിൾ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല. ഒപ്പം തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ റിസർവിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് RBI ആണ്. സോ RBI ആക്ട് ആസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. So the RBI represents the government of India in IMF and World Bank. വേൾഡ് ബാങ്കിലും IMFലും ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്. So the RBI manages clearing houses in Mumbai, Chennai, Calcutta and other important cities. RBIക്ക് ക്ലിയറിംഗ് ഹൗസസ് ഉണ്ട്. അത് മെട്രോപൊളിറ്റൻ സിറ്റീസിലും മറ്റ് അതർ സിറ്റീസിലുമാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. So the loans and advances given by RBI to central government is known as ways and means advance. അത്യാവശ്യ ഘട്ടങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിന് വളരെ ഷോർട്ട് ടൈമിലേക്കുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസ് RBI കൊടുക്കും. അതിന് വിളിക്കുന്ന പേരാണ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്ന് പറയും. സോ
RBI ഒരുപാട് റേറ്റുകളെല്ലാം ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ റേറ്റുകളെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു റേറ്റാണ് റിപ്പോ റേറ്റ്, മറ്റൊന്ന് റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പോൾ എന്താണ് ഈ റിപ്പോ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിപ്പോ റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് മണി ടു കൊമേഴ്സ്യൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കിന് മണി ലെൻഡ് ചെയ്യുന്ന സമയത്ത് കൊമേഴ്സ്യൽ ബാങ്കിന്റെ നിന്ന് ഈടാക്കുന്ന ചാർജിന് വിളിക്കുന്ന പേരാണ് റിപ്പോ റേറ്റ്. അത് ഡിസൈഡ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ബോറോ മണി ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക് വിതിൻ ദ കൺട്രി ഫോർ എ ഷോർട്ട് ടേം ഡ്യൂറേഷൻസ്. ഒരു ചെറിയ പീരീഡിലേക്ക് കൊമേഴ്സ്യൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് RBI ബോറോ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അങ്ങനെ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. So both of these rates are determined by RBI based on the demand and the supply of money in the country. രാജ്യത്തിന്റെ അല്ലെങ്കിൽ എക്കണോമിയില് മണിയുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചാണ് ഈ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ RBI ഫിക്സ് ചെയ്യുന്നത്. So the credit authorization scheme was introduced by RBI in 1965. 1965 ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാത്രവുമല്ല, റിസർവ് ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫണ്ടാണ് കസ്റ്റഡിയൻ ഓഫ് നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് ആൻഡ് ദ നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. റിസർവ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് ഫണ്ടുകളാണ് ഏതൊക്കെ? നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടും നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും. അപ്പൊ ഈ രണ്ട് ഫണ്ടുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിസർവ് ബാങ്കാണ്. ഈ റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്ന് പറയുന്നത്, ഗവർണറാണല്ലോ ശരിക്കും എന്തെന്ന് പറയുന്നത്, ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ നാളിതുവരെ എത്ര ഗവർണേഴ്സ് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26 ഗവർണേഴ്സാണ് ഇപ്പോഴും വരെ ഉള്ളത്. അതില് ആദ്യത്തെ RBI ഗവർണർ എന്ന് പറയുന്നത് ഓസ്ബോൺ സ്മിത്ത് ആണ്. റിസർവ് ബാങ്കിന്റെ ഫസ്റ്റ് ഗവർണർ എന്ന് പറയുന്നത് ഓസ്ബോൺ സ്മിത്ത് ആണ്. റിസർവ് ബാങ്കിന്റെ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആണ്. റിസർവ് ബാങ്കിന്റെ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആണ്. റിസർവ് ബാങ്കിന്റെ ഫസ്റ്റ് വുമൺ ഗവർണർ എന്ന് പറയുന്നത് KG ഉദ്ദേശ്യാണ്. അങ്ങനെ 3 പേരുകൾ ഞാനിപ്പോ പറഞ്ഞു. ഫസ്റ്റ് RBI ഗവർണർ എന്ന് പറയുന്നത് ഓസ്ബോൺ സ്മിത്ത് ആണ്. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആണ്. ഫസ്റ്റ് വുമൺ ഗവർണർ എന്ന് പറയുന്നത് KG ഉദ്ദേശ്യാണ്. പ്രസന്റ് ഗവർണർ ഓഫ് RBI സഞ്ജയ് മൽഹോത്രയാണ് 26ാമത്തെ പ്രസിഡന്റാണ്. 26ാമത്തെ ഗവർണറാണ്, മറന്നു പോകരുത്. സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്ന റിസർവ് ബാങ്കിന്റെ 26ാമത്തെ ഗവർണറാണ്. 500 രൂപ, 1000 രൂപ നോട്ടുകൾ ബാൻ ചെയ്യുന്ന സമയത്ത് റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്ന് പറയുന്നത് ഊർജിത് പട്ടേലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 24ാമത്തെ RBI ഗവർണറായിരുന്നു. 500 രൂപ, 1000 രൂപ നോട്ടുകൾ നിരോധിക്കുന്ന സമയത്ത് 24ാമത്തെ ഗവർണറായിട്ടുള്ള ഊർജിത് പട്ടേൽ ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. കറണ്ട് ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്ര 26ാമത്തെയാണ്. അങ്ങനെ രാജ്യത്തിന്റെ പരമോന്നത ബാങ്കായിട്ടുള്ള RBIയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പരീക്ഷയിൽ ചോദിക്കുന്ന പോയിന്റുകൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്കിത് മനസ്സിലാക്കാം.